ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ കേട്ടോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കൃതി ബേബിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൾ സെറ്റായിട്ടുണ്ട്. ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇന്നലത്തോടെ തന്നെ കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലയെന്ന്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ജലദോഷം പിടിച്ചിട്ടുണ്ട്. തുടക്കമിട്ടത് കൃതി ബേബി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചുക്ക് കാപ്പി രാവിലെ തന്നെ കുടിക്കാൻ കരുതി. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് ഞാൻ തന്നെ ഇട്ടത്. കുരുമുളകിൻ്റെ ആ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ, ചങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മോ, ഈ ഒരു ടൈമിൽ ജലദോഷം പിടിച്ചിരിക്കുന്ന ടൈമിലൊക്കെ കുടിക്കാം. എനിക്കും ഏട്ടനും അനിയനും അച്ഛനും എല്ലാവർക്കും ചെറിയ ചെറിയ പാറ്റലൊക്കെ ഉണ്ട് കേട്ടോ ജലദോഷത്തിൻ്റെ. അപ്പോൾ അതാ പുറത്തൊരു ഇങ്ങനൊരു ഭാഗം, അടുക്കളേൻ്റെ സൈഡിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ തൊട്ടിലൊക്കെ കെട്ടി അത് മാടി കളിക്കുകയാണ് അച്ഛനും മോളും. രാവിലെ തന്നെ ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൽ എന്താ ഒരു വട്ടൽ നൂല് പോലല്ലാത്ത സാധനം നോക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇടിയപ്പത്തിന്. ബാക്കി വന്നപ്പോൾ എടുത്തുണ്ട് ഇനി കറക്കണ്ടല്ലോ കരുതി ഉണ്ടാക്കി വെച്ചാണ് അമ്മ. അപ്പോൾ അതാ ഇടിയപ്പം തികയില്ലാന്ന് കരുതിയപ്പോൾ അച്ഛൻ പൊറോട്ട കൊടുന്നു. അപ്പോൾ അതുണ്ട്, പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ട്. ഏട്ടൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണം. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു തൊട്ടിൽ ഇവൾ ചെറിയ കുട്ടിയായെന്ന് വാങ്ങിച്ചാട്ടോ. ഇതുവരെ ആയിട്ട് എൻ്റെ കുട്ടികൾ കടന്നിട്ടല്ല ഈ ഒരു പ്രായമായപ്പോഴൊക്കെ അതിനോടുള്ള ഒരു ഇതൊക്കെ തോന്നിയത്. അപ്പോൾ അത് കെട്ടി കൊടുത്തു. ഇതാട്ടോ ഇഞ്ചക്ഷൻ അടിച്ച പാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാണ്. ഉണ്ട് ഇന്നലെ രാത്രി അത് അയച്ചപ്പോൾ പിന്നെ അയമ്പോൾ ഒരു ചെറിയ കെട്ട് കെട്ടിയിരുന്നു. ആ ഒരു ബ്ലഡ് വരേണ്ട എഴുതിയിട്ട് എന്നിട്ട് അത് അയക്കാൻ സമ്മതിക്കില്ലേനു. പിന്നെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ഏട്ടനാണ് അത് അയച്ചിട്ടോ. രാവിലെ നോക്കിയപ്പോൾ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉടുപ്പ് സെറ്റല്ല കറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ഛൻ ഇതാ കുന്തം പോയ അണ്ണാനെ പോലെ നിൽക്കണേ. മഴ ആയതുകൊണ്ട് ഇപ്പോൾ പണിയൊന്നുമില്ല, ശോകാവസ്ഥയാണല്ലേ. അപ്പോൾ കൃതി ബേബിനെ അച്ഛൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ പഞ്ചായത്ത് പോയതാണ് മീറ്റിങ്ങിക്ക്. അപ്പോൾ കൃതി ബേബിയുടെ കഞ്ഞി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. അരി അടുപ്പത്തിട്ടിട്ടാണ് അമ്മ പോയത്. ഇനി അത് വെന്ത് ഊറ്റി വെക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ ചിക്കൻ കൊടുന്നു. ഈ കാണുന്നത് റോക്കിയുടെ ചിക്കൻ കാലാണ്. അതിൻ്റെ അടിയിൽ കീസിലാണ് നമുക്കുള്ള ചിക്കൻ. റോക്കിക്ക് ചിക്കൻ അങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ കാലാണ് വേവിച്ച് കൊടുക്കൽ കേട്ടോ. ഇറച്ചി വാങ്ങണമെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും നല്ല വിലയല്ലേ, നമുക്ക് തന്നെ തികയണില്ല. അപ്പോൾ കളിക്കോപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആളെ ഇരുത്തിയിട്ടുണ്ട്. നീ ചോറും കൂട്ടാനും വെച്ച് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവോ ആവാം. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ചിക്കൻ ഞാൻ ആദ്യം കരുതിയത് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറൊക്കെ ഇട്ട് ചിക്കനൊക്കെ റെഡിയാക്കി മിസമ്പിളൊക്കെ സെറ്റാക്കി വെളുത്തുള്ളിയും ചെറുള്ളിയും തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ദാ ഒരാൾ അടുക്കളയിൽ വന്ന് പറയുന്നു കപ്പ ബിരിയാണി വെക്കേണ്ട എന്നാണ്, ചിക്കൻ വേറെയും കപ്പ വേറെയും വെച്ചാൽ മതി പാണിയിലേ. ഞാനാണെങ്കിൽ ചിക്കനൊക്കെ ഇട്ട് മിസമ്പിളൊക്കെ സെറ്റ് എന്തായാലും വരുന്നിടത്ത് ചെയ്യാണ് എഴുതിയത്. എല്ലാം ഇട്ട് കുക്കറിൽ ഒരു 3 വിസിലാക്കി ചിക്കൻ അടുപ്പത്ത് വെച്ചു. മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളകും ജീരകവും ചിക്കൻ എല്ലാം മിക്സാക്കി അവിടെ വെച്ചു. പിന്നെ ഈ ഒരു ചിക്കൻ കറി വൈകുന്നേരത്തെ കൂടി ഒപ്പിക്കണമല്ലോ. അപ്പോൾ അതിനെന്താ വഴിയെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നുള്ളൊരു വഴി കണ്ടത്. അപ്പോൾ ഇനി അതിൻ്റെ ഓരോ പണികളാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഞാൻ ജീരകവും കുരുമുളകും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ മുളക്, ചിക്കൻ മസാല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഇവിടെ ഉണ്ടായ കുരുമുളക് ഇട്ടതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളകൊന്നും കിട്ടാതെ മരമൊക്കെ കേട് വന്നു. പിന്നെ തക്കോലത്തിൻ്റെ ഒരു ഇല ഇട്ടിട്ടുണ്ട്. കരിവേപ്പില പറിച്ചുകൊണ്ടിരാൻ പോയ ആളൊരു കരിവേപ്പില മരം കൊണ്ടുപോകാൻ വന്നത്. ഇത് അമ്മ കണ്ടാൽ എന്താവോ ആവും. അപ്പോൾ കപ്പ ഉണ്ടെങ്കിൽ നുറുക്കിയെടുക്കാനുണ്ട്. വെള്ളത്തിലേന്ന് ഞങ്ങളെ പൈപ്പ് മാറ്റിയിട്ടോ. വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഞങ്ങളെ പൈപ്പ് മാറ്റി ഫുള്ളും ഓരോ ടും ഒച്ചയിന് തുള്ളിയിടൽ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തു. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കളിപ്പാട്ടൊക്കെ കളിക്കാട്ടെടുത്ത് എൻ്റെ കുട്ടി വന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ചോറ് കൂട്ടാനും വെച്ച് കളിക്കുന്നത്. ഇപ്പോഴേ എൻ്റെ കുട്ടി അടുക്കളപ്പണിയിലാണ്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ റെസ്റ്റേ ഉണ്ടാവില്ല മകളെ, അടുക്കളയിലല്ലാതെ വേറെ എവിടെയും അല്ല. ഇനി ഇത് ഫുള്ളും സെറ്റാക്കി ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കണം. പെൺകുട്ടികൾക്ക് അല്ലെങ്കിലും പാത്രത്തോടും അതേപോലെ മേക്കപ്പിനോടൊക്കെ ക്രൈസ്. ആൺകുട്ടികൾക്ക് പിന്നെ വണ്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് തേങ്ങ എവിടെ ഇപ്പോൾ കിട്ടിയൊന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചുകൊണ്ട് നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമുക്ക് ചിരവിയെടുക്കാം.
കുട്ടീനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആൾ കുട്ടീനെ നോക്കുകയല്ല, അവിടെ ഫോൺ കളിച്ചിരിക്കും. കുട്ടിയാണെങ്കിലോ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് നടക്കും. അതിൻ്റെ ഇടയിൽ ഞാനിതവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ബ്രൗൺ കളറാവണ വരെ വറുത്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ കപ്പ നുറുക്കി കപ്പ വിസിൽ കയറ്റാൻ വെച്ചിട്ടുണ്ട്. ആകെ ഒരു കുക്കറുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെറൈറ്റി ആക്കി. കറി തുറന്ന് നോക്കിയപ്പോൾ നല്ല ബീഫിൻ്റെ മണം. ഞാൻ ചിക്കൻ ഇട്ടത്, പക്ഷെ കിട്ടിയത് ബീഫാണ്. കാരണം ബീഫിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് അത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുക്കറിൽ അങ്ങനെ വെച്ചുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ അതാ നമ്മൾ വറുത്തെടുത്ത തേങ്ങ അരച്ചെടുത്തിട്ട് ഈ ഒരു കറിയിലേക്ക് ഒഴിക്കുന്നു, തിളപ്പിക്കുന്നു, വറവിടുന്നു. ഇത്രയും. അപ്പോൾ ഇതാണ് നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി. കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തതും എന്താ പറയുക ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ക്ലീനിങ് കേട്ടോ. പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ വറവിടാനുള്ളൂ. വറവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെറുള്ളിയും കറിവേപ്പിലിട്ട് വറവിടുക. പിന്നെ കൃതി ബേബിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിയും ചിക്കൻ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പാടി വന്നിട്ടുണ്ട്. ഇനി അവളായിട്ട് കഞ്ഞി കൊടുത്ത് ഉറക്കാല പാട് നോക്കണം. ഉറങ്ങോ ആവോ കണ്ടേ അറിയണം. ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി റൂമിലുണ്ടല്ലോ ഒക്കെ പെറുക്കി വെക്കാൻ. അങ്ങനെ ലാസ്റ്റ് അവളെ കൊണ്ട് തന്നെ പെറുപ്പിക്കാനുള്ള വഴിയൊക്കെ നോക്കി ഞാൻ തന്നെ കീസൊക്കെ പിടിച്ചെടുത്ത് അവൾ തന്നെ പെറുക്കിയിടാൻ ശീലിപ്പിച്ചു. കാരണം എന്ന് നമ്മളെടുത്ത് വെച്ചാൽ ശീലാവില്ലല്ലോ. അവളും അതൊക്കെ ഒന്ന് പഠിക്കട്ടെ കരുതി അവളെ കൊണ്ട് തന്നെ എടുത്ത് വെക്കാനുള്ളൊരു ഇതുണ്ടാക്കി കൊടുത്തു. അവൾ തന്നെ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. ഓരോന്ന് ഇതിലിട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. ഇനി ഉറക്കി കിട്ടാനാണ് ഭയങ്കര പാട്. എന്താ കിൽക്കി നടക്കണം. ദിക്ക് അങ്ങനെ അമ്മ വന്നപ്പോൾ മുട്ടായി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉറക്കാൻ കിടത്തിയ ആളതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ല, അതുകൂടെ നടക്കുകയാണ്. അമ്മമ്മൻ്റെ പുന്നാര കുട്ടിയാണ്. ഇതാ അടുക്കള ഫുള്ള് ക്ലീനാക്കി പോയിട്ട് ഈ ആണുങ്ങൾ അടുക്കളയിൽ തന്നെ കയറ്റാൻ പറ്റില്ല കേട്ടോ. ഫുള്ള് ക്ലീനാക്കി പോയിട്ട് അടുക്കളയിൽ കറി എടുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അച്ഛനായാലും അനിയനായാലും എൻ്റെ ഏട്ടനായാലും ഒക്കെ കണക്കാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു കപ്പക്കറി, തേങ്ങരച്ച ചിക്കൻ കറി, പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. പപ്പടം കഴിക്കാൻ എനിക്ക് മടി, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു.